ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ശാലോം ഒരുക്കുന്ന തിരുപ്പാതയമെന്ന ശുശ്രൂഷയുടെ 3-ാം ദിവസത്തിലേക്ക് പരിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകാത്തതിന് പിന്നിൽ പാപത്തിൻ്റെ ചില ബന്ധനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അകൃത്യങ്ങളാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അനുഭവം നമുക്ക് ലഭിക്കാത്ത ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ് വെറുപ്പും വിദ്വേഷവും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് പലപ്പോഴും പരിശുദ്ധ കുർബാനയുടെ കൃപ ഇറങ്ങാത്തതിൻ്റെ പിന്നിൽ കടുത്ത വെറുപ്പും വിദ്വേഷവുമാണ്. നമുക്കറിയാം, പിശാച് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ തകർക്കാൻ വേണ്ടി പിശാച് സ്വാധീനം ചെലുത്തുന്ന 2 മേഖലയാണ്. ഒന്ന്, ക്ഷമിക്കാനുള്ള കൃപ നഷ്ടപ്പെടുത്തുക. 2, ഉള്ളിലെ കടുത്ത വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും. ഈശോയുടെ വചനം പഠിപ്പിക്കുകയാണ്, വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെ വെച്ചോർത്താൽ നീ കാഴ്ചവസ്തു ആ ബലിപീഠത്തിൽ മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് നീ കാഴ്ചയർപ്പിക്കുക. നമുക്കറിയാം, ലോക ചരിത്രത്തെ ഞെട്ടിച്ച ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ കുരിശിലെ പ്രാർത്ഥന. ഈശോ ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുലിഖിതം, ഈശോ കുരിശിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അടിച്ചവരെയും തന്നെ ഉപദ്രവിച്ചവരെയും തന്നെ ഉറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും തൻ്റെ അത്ഭുത കൃത്യങ്ങൾ കണ്ടിട്ട് പോലും തനിക്കെതിരെ തിരിഞ്ഞവരെയും തൻ്റെ ശരീരത്തെ അടിച്ചു മുറിച്ച് 3 ആണിമേൽ തൂക്കപ്പെട്ട് നഗ്നനായി കിടക്കുമ്പോൾ ഈശോ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ മധ്യേ ദൈവജനത്തിൻ്റെ പാപത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചൊരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഇവർ ചെയ്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തീയതയുടെ നട്ടെല്ലായ പ്രാർത്ഥനയാണ് ക്ഷമിക്കുന്ന കൃപ. ഈ പ്രാർത്ഥന ഈശോ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നറിയാമോ? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്കറിയാം, ഈശോ വിശുദ്ധ മത്തായി സുവിശേഷം നമ്മൾ മുമ്പ് കേട്ടതുപോലെ 5-ാം അധ്യായം 23 വാക്യങ്ങൾ, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിനക്ക് വിരോധമുണ്ടെന്നല്ല, നിന്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ബലി കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് രമ്യതപ്പെടണം. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടി, നമുക്കറിയാം, ആദം മുതൽ ഇനി അവസാനം ജനിക്കാൻ വരുന്ന സകല മനുഷ്യർക്ക് വേണ്ടി ഈശോ മിശിഹ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ മധ്യേ പരിഹാരമായി ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി വാർന്നൊഴുകി മനുഷ്യന്റെ പാപം 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ തങ്കച്ചോരയാൽ പാപത്തിൻ്റെ കറകൾ മുഴുവൻ കഴുകി ഈശോ ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ ആ ബലി പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ ഒരു രമ്യത വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോയ്ക്ക് ഒരു മനുഷ്യനോടും വെറുപ്പോ വിദ്വേഷവും ഇല്ല. ഈശോയെ നിന്ദിക്കുന്നവരെയും ഈശോയെ ഉപദ്രവിക്കുന്നവരെയും ഈ പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ടുപോയി അവഹേളിക്കുന്ന സാത്താൻ സേവക്കാരോട് പോലും ഈശോയ്ക്ക് വെറുപ്പില്ല. ഈശോയ്ക്ക് ഒരു മനുഷ്യരോടും വെറുപ്പില്ല. ഈശോയ്ക്ക് ഏത് മാരകഭാവി ആയിക്കോട്ടെ, ആ വ്യക്തിയോട് ഈശോയ്ക്ക് വെറുപ്പില്ല. പക്ഷേ തന്നെ അടിച്ചവരും ഉപദ്രവിച്ചവർക്കും ഈശോയോട് കടുത്ത വെറുപ്പാ. അപ്പോൾ ഈ ബലി പൂർത്തീകരിക്കണമെങ്കിൽ അവരോ
ഈശോയോട് രമ്യതപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, കാൽവരി കുരിശിൽ ഈശോയുടെ അതേ ബലിയുടെ തനിയാവർത്തനമാണ് ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും. ഇപ്പൊ ക്രൈസ്തവരായ നമ്മൾ പ്രഭാതത്തിൽ ഞായറാഴ്ചയിൽ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, നമ്മളെ വേദനിപ്പിച്ചവര്, നമ്മുടെ അയൽവക്കക്കാര്, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അമ്മായിപ്പൻ, അമ്മായിമ്മ, അധികാരികൾ, സഭാധികാരികൾ, പല വ്യക്തികളോടും നമ്മൾ വെറുപ്പ് വെച്ചിട്ടാണ് അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറയുക, 1 കൊരിന്ത്യർ 11-26 മുതൽ തിരുവചനങ്ങൾ, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും പാപികളും ആയതിന് പിന്നിൽ അയോഗ്യതയോടെ ബലിയർപ്പണമാണ്. അയോഗ്യതയോടെ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അർപ്പണവും സ്വീകരണവും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും മദ്യപാനവും മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉന്നതമായ മാരകമായ പാപമാണ് വെറുപ്പും കടുത്ത വിദ്വേഷവും. ആത്മീയ മേഖലകളിൽ പോലുമുണ്ട്, സഭാ തലങ്ങളിൽ പോലുമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം, ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം വെച്ച് ബലിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മീയ മേഖല കെട്ടപ്പെട്ടു പോവുക, നമ്മുടെ ആത്മീയ മേഖല കെട്ടപ്പെടുക. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. വിശുദ്ധ മദർ തെരേസ കൽക്കട്ടയിൽ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യകാലം തൊട്ട് ഈ ശുശ്രൂഷയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പരാതി കൊടുത്തൊരു മനുഷ്യനുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, മദർ തെരേസ ഇതൊന്നും പരിഗണിച്ചില്ല. മദർ തെരേസ ബലിയിൽ സമർപ്പിച്ച് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പരാതിയും. അങ്ങനെ അസ്വസ്ഥതയായിട്ട് പോകുമ്പോൾ ഇതൊന്നും പരിഗണിച്ചില്ല. 10 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് മദർ തെരേസയുടെ ശുശ്രൂഷ ലോക രാജ്യങ്ങളിലേക്ക് വളർത്തി. മദർ തെരേസയുടെ പ്രത്യേകത, അന്നും എന്നും ഏറ്റവും എളിമയോടെ ജീവിച്ച, മരണം വരെ എളിമയോടെ ജീവിച്ച, വന്ന വഴി മറക്കാതെ എളിമയോടെ ജീവിച്ച വിശുദ്ധയായ മകളാ. പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും താങ്ങും തണലുമായ മദർ തെരേസ. മദർ തെരേസ ഒരു ദിവസം ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോൾ വേറെ വഴി കൂടെ വരുമ്പോൾ ഒരു പുളിമരച്ചോട്ടിൽ ഭയങ്കരമായ ദുർഗന്ധം. മദർ തെരേസയ്ക്കറിയാം, ദുർഗന്ധം മനുഷ്യന്റെ ശരീരം പഴുത്തു കഴിഞ്ഞാൽ, ശരീരം ചീഞ്ഞു കഴിഞ്ഞാൽ ആ മണം മദർ തെരേസയ്ക്കറിയാം. മദർ തെരേസ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ മരത്തോട്ടിലെ തണലില് ഒരു മനുഷ്യൻ കമന്ന് കിടക്കുക, തല മുഴുവൻ പുഴു അരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിച്ച്, ഓർക്കണം, കുർബാന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് മദർ തെരേസ വരിക. ദൈവമക്കളെ ശ്രദ്ധിക്കണം, പരിശുദ്ധ കുർബാന ഗോതമ്പപ്പമാ. ഈ അപ്പത്തിനകത്ത് ചലിക്കാത്ത ഈശോ ഈ ചലിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ നാവ് ഈശോയുടെ നാവായി മാറണം, നമ്മുടെ കണ്ണ് ഈശോയുടെ കണ്ണായി മാറണം, നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയമായി മാറണം, നമ്മുടെ കൈകള് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈശോയുടെ കൈയായി മാറാനാ അപ്പത്തിനകത്ത് ദിവ്യകാരൻ ഈശോ വരുന്നത്. മദർ തെരേസ ഈ മനുഷ്യനെ വാരിയെടുത്ത് പുഴു മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ട് തിരിച്ചു കടത്തി കഴിയുമ്പോൾ മദർ തെരേസ അത്ഭുതപ്പെട്ടു. തനിക്കെതിരെ ഏറ്റവും കൂടുതൽ പരാതി കൊടുത്ത മനുഷ്യനാണ് ഇന്ന് പുഴുവരിച്ച് കിടക്കുന്നത്. മദർ തെരേസ ഈ മനുഷ്യനെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഹോസ്പിറ്റലിൽ ഈ മനുഷ്യനോടൊപ്പം ശുശ്രൂഷിക്കുക മദർ തെരേസ തന്നെ. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ബോധം വന്നു. അപ്പോൾ അദ്ദേഹം വിജാതീയനായ മനുഷ്യൻ കൈകൂപ്പിക്കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദിവ്യകാരനെ സ്വീകരിച്ച ജീവന്റെ കർത്താവായ ഈശോയെ കണ്ടുകൊണ്ട് അതേ മനോഭാവത്തിൽ ഈ മകൻ ചോദിക്കുക, മദർ തെരേസ മുമ്പിൽ കൈകൂപ്പി, അമ്മേ അമ്മേ അമ്മ ആരാധിക്കണ ദേവനേതാ? അമ്മേ അമ്മേ അമ്മ ആരാധിക്കണ ദേവനേതാ? ഉടനെ മദർ തെരേസ തൻ്റെ കൊന്തയുടെ അറ്റത്ത് കിടക്കണ കുരിശുരൂപത്തിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് പിടഞ്ഞു മരിച്ച നസറായനായ ഈശോ മിശിഹായെ കാണിച്ചുകൊണ്ട് മദർ തെരേസ പറയാ, ഇവനെയാണ് ഞാൻ ആരാധിക്കണത്. ഉടനെ ആ മനുഷ്യൻ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതറിയാമോ? അമ്മേ, ഇവനാണ് സത്യദേവൻ. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടി ഈ ബലിപീഠത്തിൽ ഈശോ മുറിക്കപ്പെടുന്നത് ഒരു ഗോതമ്പപ്പത്തിനകത്ത് കൊച്ചു കുഞ്ഞിനെ പോലെ മുറിക്കപ്പെടുക. നമുക്കറിയാം, പരിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, അനുരഞ്ജിതരാൽ തീർന്ന്. എവിടെയാണ് അനുരഞ്ജനമുള്ളത്?
ദൈവമക്കളെ, അനുരഞ്ജനത്തിന്റെ കൂദാശയ പരിശുദ്ധ കുർബാന, താഴ്മയുടെ കൂദാശയ പരിശുദ്ധ കുർബാന, എളിമയുടെ കൂദാശയ പരിശുദ്ധ കുർബാന. കാലിത്തൊഴുത്തിൽ അമ്മ മാതാവിന്റെ ഉദരത്തിൽ ജനിച്ച് കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മ വിരിച്ചിട്ട കീറത്തുണിയിൽ പിറന്നു വീണതിനേക്കാളും ഈശോ എളിമപ്പെടുന്നത് ഒരു വൈദികന് മുമ്പിൽ ഓരോ പ്രമാദത്തിലും ഓരോ ബലിയർപ്പണത്തിലും ഈശോ വരുന്നതാ ഏറ്റവും കൂടുതൽ എളിമപ്പെടുന്നത്. എളിമയുടെ കൂദാശയ പരിശുദ്ധ കുർബാന. നമുക്കറിയാം, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അന്ത്യത്താഴ സമയം. ഈ സമയത്ത് രണ്ട് പ്രത്യേകതയുണ്ട്. പെസഹാ ദിവസം രണ്ട് പ്രത്യേകത, രണ്ട് കൂദാശ സ്ഥാപിച്ചത്. ഒന്ന് പരിശുദ്ധ കുർബാന എന്ന കൂദാശയും, രണ്ട് പൗരോഹിത്യവും. അവിടെ 12 പേരാ ഉള്ളത്, ഈശോയെ കൂട്ടി 13 പേര്. അവിടെ അമ്മ മാതാവ് പോലും വന്നിട്ടില്ല. ദൈവമക്കളെ, ഈ സമയത്ത് അവിടെ ബലിയർപ്പണം നടക്കുമ്പോൾ പഴയ പെസഹ നടക്കുക, കടന്നുപോലെ പെസഹ, പഴയ നിയമത്തിലെ പെസഹ. പെസഹ ആചരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ കാല് കഴുകാൻ ഒരു അടിമയെ വേണം. അപ്പൊ ഇവര് 13 പേരേ ഉള്ളൂ. ഈശോ അവിടെ വരുമ്പോൾ തർക്കം നടക്കുക, ആരാണ് വലിയവൻ, ആരാണ് വലിയവൻ? പത്രോസ് പറയുക, ഞാൻ എങ്ങനെയാ കാല് കഴുകുന്നത്? ഞാനാണ്. മത്തായി സുവിശേഷം 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഞാൻ സഭയുടെ തലവനാ. യോഹന്നാൻ ശ്ലീഹ പറയുക, ഞാനാണ് ഈശോയുടെ നെഞ്ചിനോട് ചേർന്നെന്ന് അവന്റെ ഹൃദയത്തിന്റെ വേദന എല്ലാം അറിഞ്ഞത്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, ഞാനും മോശമല്ല. യൂദാസ് പറഞ്ഞു, എൻ്റെ കയ്യിലാണ് പണമുള്ളത്. ഇവിടെ തർക്കം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇതറിയാമോ? അടിമ ചെയ്യുന്ന പണി. അതായത് വെൺകച്ച അരയിൽ ചുറ്റി. എന്നിട്ട് ശിഷ്യന്മാർ, അത് നമ്മൾ പാട്ടില്ലേ, ഓരോ പെസഹായുടെ ദിവസവും വൈദികൻ ദൈവജനത്തിന് 12 പേരെ തെരഞ്ഞെടുത്ത് കാല് കഴിയുന്ന സമയത്ത് പാട്ടുകാർ, കൊയറുകാർ പാടുന്ന പാട്ടാണ് താലത്തിൽ വെള്ളമെടുത്ത്. ഈ പാട്ട് പാടുമ്പോ ഇത് എളിമയുടെ കൂദാശയാ. അപ്പൊ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലിന്റെ കൂദാശയാ, ക്ഷമയുടെ കൂദാശയാ, അനുസരണത്തിന്റെ കൂദാശയാ, സ്നേഹത്തിന്റെ കൂദാശയാ, എളിമയുടെ കൂദാശയാ, താഴ്മയുടെ കൂദാശയാ. ഈശോ മിശിഹ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത വിട്ടിട്ട് ദാസനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ആകൃതിയിൽ എളിമപ്പെട്ട് വന്ന ഈശോ, അതേ ഈശോ തന്നെ പരിശുദ്ധ കുർബാനയിൽ ഗോതമ്പപ്പത്തിനകത്ത് അതിനേക്കാളും ഒരു ഫാനിട്ടാൽ പറന്നു പോകുന്ന ആ വിധത്തിൽ എളിമപ്പെട്ട് വന്നിരിക്കുക. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ കടുത്ത വൈരാഗ്യത്തെ, എനിക്ക് എത്രയോ വ്യക്തികളെ അറിയാം, കടുത്ത വൈരാഗ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കടുത്ത വൈരാഗ്യം, വർഷങ്ങളായിട്ട് മിണ്ടത്തില്ല. പക്ഷേ ജീവിത പങ്കാളി, ഈ ഭാര്യ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, ഈ മകന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. സഭയിൽ തന്നെ തർക്കമുണ്ടാകുമ്പോൾ ഈ ബലിയർപ്പണത്തിൽ എങ്ങനെ ഈശോ വരും? ബലിപീഠം അനുരഞ്ജനത്തിൻ്റെതാ, ബലിപീഠം സ്നേഹത്തിൻ്റെതാ, ബലിപീഠം താഴ്മയുടേതാ, ബലിപീഠം വിട്ടുകൊടുക്കടൻ്റെയാ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബലിയർപ്പണത്തിന് എന്താ പ്രത്യേകതയുള്ളത്? നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷിക്കാനും ദാഹിക്കുന്നുണ്ട് കുടിക്കാനും കൊടുക്കണം. അതുവഴി നീ അവന്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിന്റെ നീറുറവകൾ അവന്റെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുമെന്ന വചനം പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നയാളാ റാണി മരിയ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. പാവപ്പെട്ടവരുടെ ഇടയിൽ, വിദ്യാഭ്യാസമില്ലാവരുടെ ഇടയിൽ സുവിശേഷം കൊടുത്ത് സ്നേഹം കൊടുത്ത് ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കുമെന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പാവപ്പെട്ടവനും വേദനിക്കുന്നവനും തകർന്നവനും സമൂഹം മാറ്റപ്പെട്ടവരുടെ ഇടയിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച മകളെ തെറ്റിദ്ധരിക്കപ്പെട്ട് സമന്തർ സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പല പ്രാവശ്യം ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി മാറി മാറി കുത്തുമ്പോഴും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് പിടഞ്ഞു മരിച്ച ഈ മകളുടെ കൃപ എന്നറിയാമോ? വാഴ്ത്തപ്പെട്ടവളാൻ ക്ഷമ. ഈ മകളുടെ സഹോദരി, അതേ കോൺഗ്രീഷപ്പെട്ട സെൽമി എന്ന മകള്, പ്രിയപ്പെട്ടവരെ, ജയിലിൽ കിടക്കുന്ന ഈ സമന്തർ സിംഗിനെ പോയി കണ്ട തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ രക്തം പുരണ്ട കയ്യിലേക്ക് ചുംബിച്ചിട്ട് പറയാ, സഹോദര ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ ഫലമായി
ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ വന്ന് ഈ കേരളത്തിൽ വന്ന് റാണി മരിയയുടെ മാതാപിതാക്കളും ഈ മാപ്പ് ചോദിച്ചില്ലേ? ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ അർത്ഥം ഇരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുർബാനയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഈശോ മിശിഹ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? നമ്മളൊക്കെ സഭയില്, ശ്ലൈകിക സഭയില് ഏത് പ്രാർത്ഥന തുടങ്ങുമ്പോഴും ആദ്യം തുടങ്ങുന്ന കർത്തൃ പ്രാർത്ഥനയാ. മത്തായി സുവിശേഷം 6-50 മുതൽ വാക്യങ്ങൾ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മളെ തകർത്തവർ, നമ്മളെ പേരില്ലാതാക്കിയവർ, നമ്മളെ അപമാനിച്ചവർ, നമ്മളെ ഒറ്റപ്പെടുത്തിയവർ. ദൈവമക്കളെ, ധ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സൗഖ്യം ഞാൻ കണ്ടിരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്ഷമയുടെ ശുശ്രൂഷ, ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ആരാധന നടക്കുന്ന സമയത്താ രോഗികൾ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അനുരഞ്ജനത്തിന്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. മരിയ കുര്യേറ്റി നമുക്കറിയാം, കൊച്ചു വിശുദ്ധയാ, 14-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയ വിശുദ്ധയാ. ഈ മകള് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച അസുന്ദ എന്ന് പറയണം, അമ്മയുടെ പേര് അസുന്ദ. അസുന്ദ കെട്ടിപ്പിടിച്ചിട്ട് ഈ മകളോട് ഉമ്മ വെച്ചിട്ട് പറയും, മോളെ, ഈ ശരീരത്തിൽ ഒരു പാപം ചെയ്യരുത്, ഈശോ വരുന്ന ശരീരമായത്. നമുക്കറിയാം മരിയ കുര്യേറ്റി എല്ലാവരും പറയണത് വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷ്യം, പക്ഷെ അതിനേക്കാളും ഒരു ആത്മീയ രഹസ്യമുണ്ട്. മരിയ കുര്യേറ്റിയെ പാപം ചെയ്യാൻ അലക്സാണ്ടർ ക്ഷണിക്കുമ്പോൾ നോ എന്ന് പറയുന്ന സമയത്ത് ഈ മകളെ മാറി മാറി ഈ 18ഓളം പ്രാവശ്യം കുത്തുമ്പോൾ അലക്സാണ്ടറിനോട് ഒരു വെറുപ്പും ഒക്കെ തോന്നിയിട്ടില്ല. മരണക്കിടക്കയില് ആശുപത്രി കിടക്കുമ്പോൾ കുമ്പസാരക്കാരൻ അച്ഛൻ വന്ന് ചോദിച്ചു, മോളെ മരിയേ, നിന്നെ കുത്തിയ, നിന്നെ നശിപ്പിക്കാൻ നോക്കിയ അലക്സാണ്ടറിനോട് നിനക്ക് ദേഷ്യമുണ്ടോ? ഇല്ല, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് മരിയ കുര്യേറ്റിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അമ്മ അസുന്ദ ഇരുന്ന് കരയുന്നുണ്ട്. എന്തിനാന്ന് കരയുന്നറിയാമോ? ജന്മം കൊടുത്ത മകളോട് പ്രാർത്ഥിക്കുക, മോളെ മരിയ കുര്യേറ്റി എനിക്ക് വേണ്ടി തൊട്ടടുത്ത് അലക്സാണ്ടർ എന്ന് പറഞ്ഞ കൊലപ്പെടുത്തിയ വ്യക്തി വിങ്ങി വിങ്ങി കരയുക. ഇതാണ് റോമ 12:20. നീ നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് ജലം കൊടുക്കുമ്പോൾ അവന്റെ ശിരസിലേക്ക് അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ വലിയ കൃപ കിട്ടും. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവതയെ വേർതിരിക്കുന്ന ക്ഷമയാ. ക്രൈസ്തവതയുടെ ബലം നട്ടല്ലെന്ന് പറയുന്നത് ക്ഷമയാ. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പൊറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്തു ഗുണം? എന്താ നമുക്ക് അഭിഷേകം കിട്ടാത്തത്? എന്താ എല്ലാ ഡെയിലി മാസിന് പങ്കെടുത്തിട്ട് കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് വെറുപ്പാണ്? സഭയോട് വെറുപ്പല്ലേ, അധികാരികൾ വെറുപ്പല്ലേ, വൈദികരോട് വെറുപ്പാ, സമൂഹത്തോട് വെറുപ്പാ. ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനോട് പോലും വെറുക്കാൻ ക്രൈസ്തവന് ദൈവ അനുവാദം കൊടുത്തിട്ടില്ല. ഒരു മതക്കാരനെ പോലും വെറുക്കാൻ, ഒരു രാഷ്ട്രീയക്കാരനെ പോലും വെറുക്കാൻ കർത്താവ്, അതെല്ലാം ദൈവത്തിന് മക്കളാന്നേ. നമുക്ക് വെറുക്കുന്നത് ഒരാളെ മാത്രമേ ഉള്ളൂ, അത് പിശാചിനെ മാത്രം. നമ്മൾ ഇന്ന് വെറുപ്പിലും, കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലുമാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിനകത്ത് ഒരു വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അടുത്ത വാക്യം, അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നതിനോട് കർത്താവിന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നതിന്? മർദ്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നതിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം? അടുത്ത വാക്യം ശ്രദ്ധിക്കണം, 6-ാമത്തെ വാക്യം, ജീവിതാന്തം ഓർത്ത് നീ ശത്രുത അവസാനിപ്പിക്കണം. എന്നതോരും വിഷയങ്ങളാ. ഹെബ്രായ ലേഖനത്തില് വചനമില്ല 6:5 മുതൽ, അതായത് നിങ്ങളുടെ തർക്കം നടത്തുമ്പോൾ അത് പരിഹരിക്കാൻ വിജാതിയുടെ ന്യായാസനത്തിന് പോവുക. ഒന്ന് സോറി പറഞ്ഞാൽ, ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ. എവിടെയൊക്കെ പോയി, സുപ്രീം കോടതി വരെ പോയി, എന്നിട്ടും നമ്മൾ ബലിയർപ്പണ. ഇത് കർത്താവിന് വേദനയുണ്ട് ദൈവമക്കളെ. കർത്താവിനെ വേദനിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ക്രൈസ്തവർ തന്നെയാ.
അയോഗ്യതയോടുള്ള പരിശുദ്ധ കുർബാന അർപ്പണവും കുർബാനയുടെ സ്വീകരണമാണ് വെറുപ്പ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ബക്കിത, സുഡാൻകാരിയായ ബക്കിത എന്ന് പറയുന്ന കറുത്ത വിശുദ്ധയുണ്ട്. ഈ വിശുദ്ധയെ, ഈ മകളെ ചെറുപ്പത്തിൽ തന്നെ അടിമയാക്കി കൊണ്ടുപോവുക. അങ്ങനെ അടിമയാക്കി കൊണ്ടുപോയി അവളെ പലയിടത്തുനിന്നും കച്ചവടം നടത്തി അവസാനം യൂറോപ്പിൽ ചെന്നിട്ട് അവസാനം ഒരിടത്ത് കൈമാറ്റം ചെയ്തത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലാണ്. ഊർസലേം സിസ്റ്റേഴ്സിൻ്റെ ആ കോൺവെൻറ്റിലാണ് അവിടെ ചെല്ലപ്പെട്ടത്. ഈ ബഗ്ദായുടെ ജീവചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. ഈ ബഗ്ദ പിന്നീട് ഈ സിസ്റ്റേഴ്സിൻ്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ, ഈശോയുടെ ശ്രമം മനസ്സിലായപ്പോൾ അവൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്ന് മാമോദീസീകരിച്ചു, പിന്നീട് വിശുദ്ധയായി. ഈ മകളുടെ ചരിത്രത്തിൽ ഒരു കാര്യമുണ്ട്. തന്നെ പീഡിപ്പിച്ചവരെ, വേദനിപ്പിച്ചവരെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ കണ്ടാൽ അവരുടെ പാദങ്ങൾ ഞാൻ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. കാരണം എന്നെ ഈ സഹനത്തിലൂടെ കടത്തിവിട്ടപ്പോൾ അവര് കാരണമാണ് ഞാൻ ക്രിസ്തീയത അറിഞ്ഞത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി തരും. നമുക്കറിയാം, പൂർവ്വ യോസേപ്പ് സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിട്ടിട്ട് അവിടുന്ന് കച്ചവടക്കാർക്ക് കൊടുത്ത് അവസാനം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറി. ഈ സഹോദരങ്ങളും മാതാപിതാ അപ്പനും അമ്മയൊക്കെ ഈ സഹോദരൻ്റെ, ഈ ജോസഫിന് മുമ്പിൽ വരുമ്പോൾ സഹോദരങ്ങൾ തിരിച്ചറിയുമ്പോൾ ജോസഫിനോട് കരഞ്ഞുകൊണ്ട് പറയും, മാപ്പ് ചോദിക്കുമ്പോൾ ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം പൂർവ്വ യോസേപ്പ് പറയുന്ന വാക്കാണ്, ഉൽപ്പത്തി 50:20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്രയോ കുറവുകളുണ്ട്. എന്നിട്ടും കരുണാമയനായ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നില്ലേ? എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു. ഞാൻ പറയുന്നത് ഇത് മാനുഷികമായിട്ട് ഒത്തിരി പ്രയാസമുള്ളൊരു വിഷയമാണ്. ഇതിന് പരിശുദ്ധാത്മാവിന് ശക്തി വേണം. നമ്മളൊക്കെ അറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ച വ്യക്തികളല്ലേ നമുക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. നമ്മൾ നൊന്ത് പ്രസവിച്ച് 9 മാസവും ഉദരത്തിട്ട് വളർത്തിയ മകളാണ് നമ്മളെ വഞ്ചിച്ചത്, മകനാണ് വഞ്ചിച്ചത്. നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ച, നമ്മുടെ ജീവൻ തുല്യം സ്നേഹിച്ച ജീവിത പങ്കാളിയെ നമ്മളെ വഞ്ചിച്ചത്. പക്ഷേ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തു പഠിപ്പിക്കുന്നത് ക്ഷമയാ. ഇതിൽ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് അണിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ ക്ഷമിക്കാനുള്ള കൃപ തരണം. ഞാൻ പറയണത് അത്ഭുതങ്ങൾ സംഭവിക്കും. വിശുദ്ധ മത്തായി 5:44 നീ നിന്റെ ശത്രുക്കളെ ശപിക്കരുത്, അനുഗ്രഹിക്കണമെന്ന വചനം പറയുന്നത്. ഞാൻ ഒരു ആത്മീയ മർമ്മം നിങ്ങൾ പഠിപ്പിക്കാൻ പോവാ. നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികള്, നിങ്ങൾ അനുദിന പരിശുദ്ധ കുർബാനയ്ക്ക് പോകത്തില്ലേ? ദിവ്യകാരുണ്യ ആരാധന പങ്കെടുക്കാറില്ലേ? ജപമാല ചൊല്ലാറില്ലേ? സഭയുടെ പ്രാർത്ഥന ഇല്ലാറില്ലേ? കരുണക്കൊന്ത ഇല്ലാറില്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണമേ എന്ന് ലോകം പറയുന്നു. ലോകം പറയും നശിപ്പിക്കണം, നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ, തകർക്കണം, തകർക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികളെ ഈശോയെ അനുഗ്രഹിക്കണമേ. നമ്മളെ തകർത്ത വ്യക്തികളെ ഈശോയെ അനുഗ്രഹിക്കണമേ. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ ഈശോയെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ആത്മീയ മേഖലകളെ ഇല്ലാത്ത കഥകൾ പറഞ്ഞവര്, പ്രത്യേകിച്ച് കള്ളവ് പറഞ്ഞവര്, അപമാനിച്ചവര്, സാമ്പത്തിക മേലെ വഞ്ചിച്ചവര്, നമ്മൾ പൊന്നുപോലെ നമ്മുടെ കുടുംബത്തെക്കാളുപരി സ്നേഹിച്ച് നമ്മൾ സഹായിച്ചവര്, ആത്മീയ മേഖല വളർത്തിയവര്, അവര് നമ്മളെ താറടിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, അവസരവാദം പോലെ പെരുമാറുമ്പോൾ നമുക്ക് ചങ്ക് തകരും. എന്നിട്ട് പ്രാർത്ഥിക്കണം, ഈശോയെ അവരെ വളർത്തണമേ, അതിൻ്റെ 10 ഇരട്ടി കർത്താവ് വളർത്തും. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കണ്ടൊരു അനുഭവം പറയണത്, നമ്മളെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ആര് പറയണ്ട, കുർബാനയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ അവരെ അനുഗ്രഹിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 11:24 പറയുന്നുണ്ട്. അതായത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. നിന്റെ സഹോദരനോട് നീ വെറുപ്പ് വച്ചിട്ട് നീ പ്രാർത്ഥിച്ച കൃപ കിട്ടത്തില്ല. ഈശോ പറയാ, വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അത് കെട്ടപ്പെട്ടു പോകുമെന്ന് ഈശോ പറഞ്ഞത്.
സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് 1 യോഹന്നാൻ 3:15 പറയണത്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കണ്ടോ, നമ്മളാരും കൊലപാതകം ചെയ്യണ്ട, നമ്മളാരും തലവെട്ടണ്ട, നമ്മളാരും തീവ്രവാദ പ്രവർത്തനം പോണ്ട. പക്ഷേ സഹോദരനെ ഇന്നെന്ന് എവിടെ നോക്കിയാലും വെറുപ്പല്ലേ ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് ആത്മീയ ജീവിതത്തിന്റെ തടസ്സം നിൽക്കും. ഞാൻ തുറന്നു പറയാം, അല്ലാതെ കുർബാനയ്ക്ക് എവിടെയാ കേരള സഭയിൽ കുറവ്? ആരാധന കേന്ദ്രത്തിൽ എവിടെ കുറവ്? ധ്യാന കേന്ദ്രങ്ങൾക്ക് എവിടെയാ കുറവ്? എവിടെല്ലാം വെറുപ്പാ, എവിടെയൊക്കെ വിദ്വേഷമാ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, തുടക്കത്തിൽ പറഞ്ഞ വചനം എബ്രായർ 12:15, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ക്യാൻസർ പോലെ ഉപദ്രവം ചെയ്യും. നമ്മൾ അറിയത്തില്ല. ഈ വെറുപ്പ് നമ്മുടെ ശരീരത്തെ തളർത്തും, ഈ വെറുപ്പ് നമ്മുടെ മനസ്സിനെ തളർത്തും, ഈ വെറുപ്പ് നമ്മുടെ ആത്മീയതയെ തളർത്തും, ഈ വെറുപ്പ് നമ്മുടെ കൃപാവരങ്ങളെ തടസ്സപ്പെടുത്തും. നിസ്സാരമായിട്ട് ഇത് കാണരുത്, നിസ്സാരമായിട്ട് ഇത് കാണരുത്. നമുക്കറിയാം, ഈശോ അന്ത്യത്താഴ സമയത്ത് ബലിയർപ്പിക്കുന്ന സമയത്ത് കുർബാന ആദ്യം കൊടുക്കുന്നത് യൂദാസ് കറിയോത്തയിലേക്കാ. യൂദാസ് കറിയോത്തയ്ക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ വചനം പഠിപ്പിക്കുന്നത് അവന്റെ ഉള്ളിലേക്ക് പിശാച് കയറി എന്നാ പറഞ്ഞത്. എന്തായാലും കടുത്ത വെറുപ്പാ. ഇന്ന് എത്ര ക്രിസ്ത്യാനികളാ നാവ് നീട്ടി കുർബാന സ്വീകരിക്കണത്? കടുത്ത വെറുപ്പില് ഈശോയുടെ വചനം പഠിപ്പിക്കുക. ആദ്യം പരിശുദ്ധ കുർബാന ഈശോ തിരുവിഞ്ഞിൽ മുക്കി കൊടുക്കണ ആർക്കാ? യൂദാസ് കറിയത്തിലേക്കാ. അവന്റെ ഉള്ളിലേക്ക് പിശാച് കയറി എന്നാ പറയണത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ കൃപ ഇറങ്ങേണ്ടതാ, പരിശുദ്ധാത്മാവിന്റെ കൃപ. അതുകൊണ്ടാണ് സെന്റ് ജെറോം സഭാപണ്ഡിതൻ പറയുന്നത്, നീ യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാളം നിന്നിലേക്ക് ഇറങ്ങുക, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയിരിക്കുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് കടുത്ത വെറുപ്പിലും പണത്തോളം ആസക്തിയിലും കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈ യൂദാസിലേക്ക് വെറുപ്പ് കയറുക, സാത്താൻ കയറുക, പിശാച് കയറുക. അവൻ ഇരുട്ടിലേക്ക് മറയുക, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെയൊക്കെ തർക്കത്തിന് കാരണം അതല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നത്തിന് കാരണമല്ലേ? എൻ്റെ ദൈവമക്കളെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാതൃക നോക്കി. ഈ ദിവ്യകാരുണ്യ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മൾ ഓർക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടായിരുന്നോ? തൻ്റെ പ്രിയപ്പെട്ട മകനെ ഒറ്റിക്കൊടുത്തവരും തള്ളിപ്പറഞ്ഞവരും ഉപേക്ഷിച്ചതും അവരെല്ലാം അമ്മ കൂട്ടിച്ചേർക്കും. അമ്മയുടെ സ്നേഹം നോക്കി. തൻ്റെ മകൻ ഒറ്റയ്ക്ക് കുരിശിൽ കിടക്കുമ്പോ യോഹന്നാൻ ശ്ലീഹ ഒഴികെ ഒരാളുമില്ല, ബാക്കി എല്ലാവരും ഓടിപ്പോയി. എന്നാൽ അമ്മ മാതാവ് സ്നേഹത്തിൽ, ക്ഷമയുടെ അമ്മ കൂട്ടിച്ചേർത്ത് ആ കൂട്ടായ്മയിൽ ഐക്യമുണ്ടാകുക, സ്നേഹമുണ്ടാകുക. അവിടെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായത്തിൽ കാണുന്നൊരു വാക്കിൽ സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വം. ഈ സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തി മാനസാന്തരപ്പെടാൻ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സ്തെഫാനോസിന്റെ ക്ഷമയാ, സ്റ്റീഫന്റെ ക്ഷമ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ തിരുനാളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ രാജാതിരാജനായ ഈശോ, സർവാധി സൈന്യാധിപനായ ഈശോ എഴുന്നള്ളുന്ന പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുർബാനയുടെ പ്രദർശനങ്ങളും, ആ കർത്താവ് നമ്മളിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ വെറുപ്പാ, നമ്മുടെ വൈരാഗ്യമാ, നമ്മുടെ അസ്വസ്ഥതയാ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കത്തില്ലേ? കരഞ്ഞ് പ്രാർത്ഥിക്കാം കുർബാനയുടെ മുമ്പിൽ. ഈശോയെ, ഞാൻ ഈ ദിവ്യകാരുണ്യ തിരുനാളിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോ, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു, എന്നെ തകർത്ത വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, എന്നെ പേരില്ലാത്ത വ്യക്തി അനുഗ്രഹിക്കുന്നു, എന്നെ നശിപ്പിച്ച വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈശോയെ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ, പൊറുക്കാനുള്ള കൃപ തരണമേ. കുർബാനയിൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന സകല വെറുപ്പിൻ്റെയും വിദ്വേഷത്തിന് അരുവി എഴിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന എൻ്റെ ഉള്ളിൽ വരുവാൻ എല്ലാ തടസ്സങ്ങളും അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനേശുവേ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനേശുവേ. ആരാധന ആരാധന യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന പരിശുദ്ധ കൃപ ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന ശിരസ്സ് നമിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന 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 സ്നേഹമേ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലോരായിരം നാൾ വാഴ്വതക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലോരായിരം നാൾ വാഴ്വതക്കാളെത്ര മോഹനം. ചേർന്ന് പാടാമോ? ആരാധന സകല മാലാഹമാരോട് ചേർന്ന് ആരാധന പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവേ ആരാധന. വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നമുക്ക് ആരാധിക്കാം. ആരാധന 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 ഈശോ. സ്നേഹമേ ആരാധന. ആരാധന 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 യേശുവേ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപത്തെ ഓർത്ത് നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കേട്ടു എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലയാണ് വെറുപ്പും വിദ്വേഷവും. അനേകം കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്, അനേകം ബന്ധങ്ങളെ വിച്ഛേദിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും കഴിയുമ്പോഴാണ് ഈശോ മിശിഹായുടെ കുരിശു മരണത്താലും അവൻ്റെ കുരിശിലെ ക്ഷമയാലും ദൈവജനത്തിൻ്റെ കൃപ കൊണ്ടു തന്നതാണ് പരിശുദ്ധ കുർബാന. നമുക്കിന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ലോകം മുഴുവൻ്റെയും സകല മനുഷ്യരുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പൈശാചിക ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് മനുഷ്യൻ്റെ ശക്തിയാൽ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ശക്തി നമുക്ക് ലഭിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന് നേരെ കല്ലെറിയുമ്പോൾ സ്വർഗത്തിലെ പുത്രനെ ദർശിച്ചുകൊണ്ട് തേജസ്സുറ്റ മുഖത്തോടെ കല്ലുകളെ നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി ഇവർ ചെയ്യുന്നെന്ന് ഇവരറിയുന്നില്ലെന്ന് പറഞ്ഞ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചത് ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ സ്തെഫാനോസിന് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമേ, പരിശുദ്ധ ദിവ്യകാരുണ്യമേ, കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലും കുട്ടിപ്പകയിലും നീരസത്തിലും കഴിയുന്ന മക്കളുമേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകാൻ വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയത്ത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. നമ്മളിന്ന് വചന ശുശ്രൂഷയിലൂടെ കേട്ടു, പിശാച് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ബ്ലോക്കാണ് വെറുപ്പ്, വിദ്വേഷം. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഉള്ള കൃപ നഷ്ടപ്പെടുത്തി കളയുക. അനേകം കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്, ഭാര്യ ഭർത്തു ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്, മാതാപിതാക്കളും മക്കളും നമ്മളെ ബന്ധത്തെ തകർത്തിട്ടുണ്ട്, അമ്മായിയപ്പനും അമ്മായിമ്മയും മരുമക്കളും നമ്മളെ ബന്ധത്തെ തകർത്തിട്ടുണ്ട്, അയൽവക്കങ്ങളിലെ ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട്, സഭകൾ തമ്മിൽ തർക്കത്തിന് കാരണം അനേക സ്ഥലത്ത് വിഭാഗീയത ഉണ്ടാകാൻ കാരണം പിശാചിന്റെ സ്വാധീനമാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, മുറിയപ്പെടുന്ന കൂദാശയാ, എളിമപ്പെടുന്ന കൂദാശയാ, ക്ഷമയുടെ കൂദാശയാ, പങ്കുവെക്കലിന്റെ കൂദാശയാ, താഴ്മയുടെ കൂദാശയാ പരിശുദ്ധ കുർബാന. കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് ഈ പാട്ടിൻ്റെ ഈരടികൾ നമ്മൾ ഒത്തിരി കേട്ട ഒരു ഗാനമാണ്. ഈ പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ദൈവം നേരിട്ട് ശലോമിൻ്റെ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ സത്യദൈവം എഴുന്നള്ളിയിരിക്കുമ്പോൾ ക്രൂശിതനായ ഈശോ, ഉദ്ധിതനായ ഈശോ നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായിട്ടിരിക്കുമ്പോൾ
കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ജീവിതത്തിലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ മേഖലയിൽ കെട്ടുകൾ അഴിക്കണമേ എന്ന് ക്ഷമിക്കുന്ന ഈശോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ. അറിയാവുന്നവർ കൂടെ ചേർന്ന് പാടാം. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ. കഠിനമാം എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. കഠിനമായ ഹൃദയത്തിലേക്ക് അരുണൊഴുകട്ടെ. ക്ഷമാശീലനാമൻ കരങ്ങൾ ഈശോടെ നേരെ ഒന്ന് നീട്ടിപ്പിടിക്കാമോ? ശാന്തശീലനാമൻ യേശുവേ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ടി മണിക്കൂറുകള് ഗാഗുൽത്തായുടെ നെറുകയിൽ പെറ്റ അമ്മയുടെ മുമ്പിൽ വെച്ച്, അനേകം സ്ത്രീകളുടെ മുമ്പിൽ വെച്ച്, അത്ഭുതം നടത്തിയവരുടെ മുമ്പിൽ വെച്ച്, സ്വർഗത്തിനും ഭൂമിയുടെ മധ്യേ കള്ളനെ പോലെ കുരിശി കടന്ന് പിടയുമ്പോൾ തന്നെ ചമ്മട്ടി കൊണ്ടടിച്ച, തൻ്റെ കൈകളിൽ കാരിരുമ്പാണി അടിച്ചു കയറ്റിയ, താൻ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് സ്നേഹിതാന്ന് വിളിച്ചവര് പോലും അവനെ തള്ളിപ്പറഞ്ഞപ്പോ അവരോടൊന്നും വെറുക്കാതെ അവരെ തൻ്റെ സ്നേഹവലയത്തിലാക്കി ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയില്ലേ? വിശുദ്ധ ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം 34-ാം തിരുലിഖിതം. പിതാവേ, ഇവർ ചെയ്യുന്നെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജന, കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാമോ? ഒരുപക്ഷേ നമ്മളെ തകർത്ത വ്യക്തികളെ നമ്മുടെ മനസ്സിൽ ഈശോ കാണിക്കുന്നുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകർത്ത വ്യക്തികൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ച വ്യക്തികളാണ് നമ്മളെ വഞ്ചിച്ചത്. അത് നമുക്ക് ഓർമ്മയായിട്ട് വരുമ്പോൾ ഈശോയുടെ പൊന്നുമുഖം ഒന്ന് നോക്കിക്കേ. ഈ ദിവ്യകാരുണ്യത്തിൽ അപ്പടക്കണ ഈശോയാ കുരിശിക്കടന്ന് നമുക്ക് വേണ്ടി എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് പെട്ടക്കണ ഈശോയുടെ മുമ്പിൽ ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ. ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ. കഠിനമാം എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. കർത്താവിന്റെ കരുണ ഒഴുകുന്നു, യേശുവേ, ഈശോയുടെ ക്ഷമ ഒഴുകുന്നു. ശാന്തശീലനാമൻ യേശുവേ, ക്ഷമാശീലനാമൻ യേശുവേ.
ശാന്തശീലനാമൻ യേശുവേ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് എന്നിട്ട് പരിശുദ്ധ കുർബാനയെ തന്നെ ഉറ്റുനോക്കുക. പരിശുദ്ധ കുർബാനയെ തന്നെ നോക്കിയിരിക്കുക. പെസഹായുടെ ദിവസം തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള തിരുലിഖിതങ്ങൾ അപ്പമെടുത്ത് മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്തിട്ട് ഈശോ പറയുക, ഇതെൻ്റെ രക്തമാ, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും. ഈശോയുടെ ദൈവജനം എത്രമാത്രം നമ്മുടെ കർത്താവ് എളിമപ്പെട്ട് വരുന്നതാ പരിശുദ്ധ കുർബാന. ഈ ലോകത്തെ ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയ സൃഷ്ടപ്രപഞ്ചത്തിനുടയവനായവൻ ഒരടിമയെ പോലെ, ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയവനല്ലേ. ഈശോയ്ക്കറിയാം ഇവരാണ് തന്നെ ചതിക്കാൻ പോകുന്നത്. സ്നേഹിതാന്ന് വിളിച്ചവൻ ഈശോ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ മറ്റുള്ളവർ നൽകിയിട്ടുണ്ട്, അധികാരികൾ നൽകിയിട്ടുണ്ട്, മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട്, സ്നേഹിച്ചവർ നൽകിയിട്ടുണ്ട്, ജീവിത പങ്കാളി നൽകിയിട്ടുണ്ട്, സഹായിച്ചവർ നൽകിയിട്ടുണ്ട്, ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്ദാവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, കുത്തിമുറിവേൽപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ചതിച്ചിട്ടുണ്ട്, നമ്മുടെ പണം അപകരിച്ചിട്ടുണ്ട്, നമ്മുടെ പേര് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ഷമിക്കാൻ ഒറ്റയാളേ ഉള്ളൂ നമുക്ക് മോഡലായി, നമുക്ക് മാതൃകയായി. അത് കുരിശിലേക്ക് നോക്കുക. ഈ ലോകത്തിനുടയവൻ, സൃഷ്ടപ്രപഞ്ചത്തിനുടയവൻ, 10,000ങ്ങളിൽ ശ്രേഷ്ഠവൻ ദാ കുരിശിൽ കിടന്ന് പിടയ്ക്കുക. കുരിശിൽ കിടന്ന് പിടയ്ക്കുമ്പോ ഈശോ ലോകത്തെ ഞെട്ടിച്ച, ശതാധിപനെ മാനസാന്തരപ്പെടുത്തിയ, സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിച്ച ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വയ്ക്കുക. ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞത് എന്തിനാണെന്നറിയാമോ? സാത്താൻ മരണത്തെ, മരണം കൊണ്ട്, ശാപത്തെ കൃപ കൊണ്ട് കുരിശില്ലാതാക്കി. അതെങ്ങനെയാണെന്നറിയോ? ഈശോ അത്ഭുതം ചെയ്തിട്ടല്ല, ഈശോ രോഗശാന്തി ചെയ്തിട്ടല്ല, കുരിശിലെ ക്ഷമ കൊണ്ടാണ്. കുരിശിലെ ക്ഷമ കൊണ്ടാണ് ഈശോ ലോകത്തെ നേടിയത്. വാളുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന തമ്പുരാനാണ്. ആ കർത്താവിന് മുമ്പില് നമ്മൾ ഇരുന്നു കൊടുത്തേ, ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ തോറ്റുകൊടുത്തേ, അപ്പോഴാണ് കർത്താവിന്റെ കൃപ വരുന്നത്. അതാണ് വിശുദ്ധർക്കുണ്ടായിരുന്നത്. വിശുദ്ധ ജോൺ ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ, സ്വന്തം ജ്യേഷ്ഠനെ കൊന്ന വ്യക്തിയെ കൊല്ലുവാൻ വേണ്ടി 12 വർഷം കഠാരയുമായി നടന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മനസ്സിലായി, തൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചു കൊന്ന വ്യക്തി, അല്ലെ കൊലപ്പെടുത്തിയ വ്യക്തിയെ തിരിച്ചറിഞ്ഞൊരു ഞായറാഴ്ച കുർബാനയുടെ മധ്യത്തിൽ, കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ കഠാര എടുത്തുകൊണ്ട് ആൾക്കാരുടെ മധ്യത്തിലേക്ക് അലറിക്കൊണ്ട് ജോൺ ഗിൽബർട്ട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് തീർക്കും. ആ ചെറുപ്പക്കാരൻ കൈ നീട്ടി പറഞ്ഞു, ഒരബദ്ധം പറ്റിയതാ. ഈശോയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുക, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ സമയത്ത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി, ജോൺ ഗിൽബർട്ടിന്റെ മേൽ ആത്മാവിന്റെ കൃപ ഇറങ്ങി. തൻ
ജ്യേഷ്ഠനെ കൊന്ന വ്യക്തിയെ കൊല്ലുവാൻ ഉപയോഗിച്ച കത്തി വടിച്ചെറിഞ്ഞ് കൊന്ന വ്യക്തിയുടെ കാലെ പിടിച്ച് ചുംബിച്ച് ആ വ്യക്തി പിന്നീട് സഭയിലെ വൈദികനും വിശുദ്ധനുമായി. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, എവിടെ ക്ഷമിക്കുന്നുണ്ടോ അവിടെ വിടുതൽ കിട്ടും. നമുക്ക് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ ഇന്ന് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുലിഖിതം, നിങ്ങളെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ ശപിക്കരുത്, അനുഗ്രഹിക്കാൻ പറഞ്ഞ ഈശോ കുരിശിൽ കടന്ന് പിടയുമ്പോ പോലും കൈ മലർത്തിയിട്ട് ചങ്ക് തുറന്നിട്ട് കാലിലെ ചോര തുറന്നിട്ട് അനുഗ്രഹിച്ച ഈശോ, കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ക്ഷമയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പാരമ്പര്യമായിട്ടുള്ള കുട്ടിപ്പകകളുടെ കെട്ടുകളും യേശു നാമത്തിൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ, തിരുസഭയുടെ യോഗ്യതയാൽ, പരിശുദ്ധ കുരിശിലെ യേശുവിന്റെ ക്ഷമയാൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തികൾ അഴിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വെറുപ്പിന്റെ ആത്മാവിനെ, യേശുവിന്റെ നാമത്തിൽ വിദ്വേഷത്തിന്റെ ആത്മാവിനെ, എബ്രായർ 12:15 അരൂപികളെ യേശു നാമത്തിൽ, ലൂക്ക 23:14-34 വചനത്തിൽ നിന്നുകൊണ്ട്, സങ്കീർത്തനം 118:11-12 വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ അരൂപികളെ വിച്ഛേദിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം മക്കളിലേക്ക് ക്ഷമയുടെ കൃപ കടന്നു വരാൻ പോവാ, അനുഗ്രഹത്തിന്റെ കൃപ കടന്നു വരാൻ പോവാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന ആരാധനയ, സെലിബ്രേഷനാ. ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന. ജീവിക്കും ദൈവമേ ആരാധന. പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ആരാധന, ആരാധന, ആരാധന. അഭിഷേകത്തോടെ പാടാം. ആരാധന, ആരാധന. വലിയ വിടുതൽ സംഭവിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ക്ഷമയുടെ അഭിഷേകം വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ അഗാപ്പേ ഒഴുകുന്ന സമയമാ. കർത്താവേ, എന്നെ പീഡിപ്പിച്ച വ്യക്തികളെ, എന്നെ വേദനിപ്പിച്ച വ്യക്തികളെ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ കൂദാശയെ, ഞാൻ അവരോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു. ദാ അനേകം കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക കെട്ടുകൾ അഴിയുന്നു, രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, ശാപത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, പാപത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, പാരമ്പര്യ കെട്ടുകൾ അഴിയുന്നു, അശുദ്ധാത്മ പീഡകൾ വിട്ടുമാറുന്നു, കുട്ടിപ്പകകൾ അഴിഞ്ഞു മാറുന്നു, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് 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 പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേകം ഒഴുകുക. കർത്താവേ, മാനസാന്തരത്തിന്റെ അഭിഷേകം, ആന്തരിക സൗഖ്യത്തിന്റെ അഭിഷേകം, എല്ലാ വെറുപ്പിന്റെ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ, കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ, കുർബാനയുടെ അഭിഷേകത്താൽ വെറുപ്പിന്റെ അരുവികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ.
വിടുതലേകും ശക്തിയെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന. വിടുതലേകും ശക്തിയെ ആരാധന, സൗഖ്യമേകും നാഥനെ ആരാധന. സൗഖ്യത്തിന്റെ രൂപി കുർബാനയായവനെ ആരാധന, കൂടെ വാഴുമേശുവേ ആരാധന. കുർബാനയായവനെ ആരാധന, കൂടെ വാഴും യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന 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 ആരാധന. ദൈവജനമേ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുക. കർത്താവിന്റെ വലിയ ക്ഷമ നമ്മുടെ ദേശത്തേക്ക് കടന്നു വരട്ടെ, സഭയിലേക്ക് കടന്നു വരട്ടെ, കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ, അന്തചിത്രമുള്ള മേഖലയിൽ കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവജനമേ, ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ നേരിട്ട് ആശീർവദിക്കുന്ന സമയമാണല്ലോ. നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന സകല വെറുപ്പിൻ്റെ കെട്ടുകളും അഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും
ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ